സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം ഇയ്യോബിൻ്റെ പുസ്തകം അധ്യായം 3 വാക്യം 25. ഇയ്യോബ് 3:25. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 3:25 ഇയ്യോബിൻ്റെ കുറ്റസമ്മതമാണ് നാം കാണുന്നത്. ഇയ്യോബ് പറയുകയാണ്, ഞാൻ എന്താണോ പേടിച്ചത്, ഞാൻ ഏത് വിഷയത്തിലൊക്കെ ഭയപ്പെട്ടിരുന്നു, അത് തന്നെ എനിക്ക് വന്ന് ഭവിച്ചു. പല വിഷയങ്ങളിൽ ഭയപ്പെടുന്നവരാണ് മനുഷ്യരായ നാം. രോഗത്തിൻ്റെ വിഷയത്തിൽ, സാമ്പത്തിക ബാധ്യത അഥവാ കടഭാരങ്ങൾ, തലമുറകളുടെ വിഷയത്തിൽ, നമ്മെ ഭീഷണിപ്പെടുത്തുന്ന ശത്രുക്കളുടെ വിഷയത്തിൽ, മുന്നോട്ടുള്ള ജീവിത പ്രയാണം വഴിമുട്ടിയ ജീവിതാവസ്ഥ, കീറാമുട്ടി പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നോക്കി നാം പലപ്പോഴും ഭയപ്പെടാറുണ്ട്. നാം ഇന്ന് വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 3:25 ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം നാം കാണുകയാണ്. ഇയ്യോബിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകി. 10 മക്കൾ, ദാസീദാസന്മാർ, ഏക്കർ കണക്കിന് വസ്തു, മറ്റു വയൽ, വിളവ്, സകലവും എല്ലാം ഉണ്ടായിരുന്ന കാലത്ത് സന്തോഷത്തോടെ, സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ ആ പ്രദേശങ്ങളിൽ ഒരു വലിയ സമ്പന്നനായി, ആത്മീയമായും ഭൗതികമായും ഇയ്യോബ് സമ്പന്നനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. എന്താണ് ആ കുറവ്? എല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഒരു വലിയ പേടി, ഒരു വലിയ ഭയം. ഇതെല്ലാം, അതെ, എനിക്കുള്ളതെല്ലാം നഷ്ടമാകുമോ? എൻ്റെ ഈ നല്ല 10 മക്കൾ എനിക്ക് നഷ്ടമാകുമോ? എൻ്റെ ഈ നല്ല ഭവനം എനിക്ക് നഷ്ടമാകുമോ? എൻ്റെ സമ്പത്ത് എനിക്ക് നഷ്ടമാകുമോ? എനിക്കുള്ള ഈ ദാസീദാസന്മാർ നഷ്ടമാകുമോ? ഒരു ഭയം, ഒരു പേടി, ഇത് അദ്ദേഹത്തെ ഭരിച്ചിരുന്നു. ഇയ്യോബ് അങ്ങനെ പേടിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നില്ല. അപ്രകാരം ഭയപ്പെടേണ്ട ഒരു മനുഷ്യനായിരുന്നില്ല. കാരണം നമ്മെ സംരക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം എന്ന ആ ബോധ്യം ഒരു ദൈവപൈതലിന് ഉള്ളപ്പോൾ ഇത്യാദി വിഷയങ്ങളിൽ ഭാരപ്പെടുവാനും ഭയപ്പെടുവാനും പാടില്ലായിരുന്നു. എന്നാൽ ഇയ്യോബിന് അതിന് സാധിച്ചില്ല. എല്ലാം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഭയം അടിമപ്പെടുത്തി. അനന്തരഫലം എന്താണെന്നോ, താൻ എന്താണോ ഭയപ്പെട്ടിരുന്നത്, ഏത് വിഷയത്തിലാണോ പേടിച്ചത്, അതുതന്നെ വന്നു ഭവിച്ചു എന്ന് നാം കാണും. ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 56-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം കാണുന്നു. സങ്കീർത്തനം 56 വാക്യം 3. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ അഥവാ ദൈവത്തിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ അഥവാ ദൈവത്തിൽ ആശ്രയിക്കും. അതെ, ദാവീദിന് ഭയപ്പെടുവാൻ ഇയ്യോബിനെ പോലെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് ഭയപ്പെട്ട് പിന്മാറി നശിച്ചു പോയില്ല. പ്രത്യുത ദൈവത്തിൽ ആശ്രയിച്ച് വിജയം വരിച്ചു. അതെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഏത് വിഷയത്തിൽ ഭയപ്പെടുന്നു, പേടിക്കുന്നു, ആ വിഷയത്തിന്മേൽ പ്രാർത്ഥനയോടെ കർത്താവിനെ, ദൈവത്തെ സമീപിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക.
ദൈവത്തോട് പറയുക, കർത്താവെ, ഞാൻ ഭയപ്പെടുന്ന വിഷയം ഇതാണ്. ആ വിഷയത്തിന്മേൽ പരിഹാരം നൽകണമേ. എന്നെ ഭയത്തിൽ നിന്ന് വിടുവിക്കണമേ. അങ്ങയിൽ ആശ്രയിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനാ വാചകങ്ങൾ നിങ്ങളുടേതെങ്കിൽ ആ ഭയത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങൾക്ക് കഴിയും. ആമേൻ, ആമേൻ.